വലിയേട്ടാ ഗുഡ് മോർണിംഗ്. എന്റെ വലിയേട്ടാ ഗുഡ് മോർണിംഗ് അല്ലേ പറയേണ്ടത്? എന്ന് പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ആ ദിവസം നന്നാവൂലേ? ഓയ് മോട്ടു, നീ മണ്ടത്തരം പറയുന്നൊന്ന് നിർത്ത്. നീ കണ്ടില്ലേ ഞാനൊരു എക്സ്പെരിമെന്റ് നടത്തുന്നത്? അല്ല, എക്സ്പെരിമെന്റ് ചെയ്യാനല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യാനാ നിങ്ങൾക്കറിയാ? നിങ്ങളുടെ എല്ലാ എക്സ്പെരിമെന്റും പൊട്ടി പാളീസാവ് അല്ലേ? നിങ്ങൾ എന്റെ കൂട്ടുകാരനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നീ ആദ്യം പറഞ്ഞതാ പത്ലു. ഞാൻ അവനെ പോലെ ഒന്നും ചെയ്യില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ഉള്ളതാ. എപ്പോഴും ഇങ്ങനെ ചളി അടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതെ, സയന്റിസ്റ്റ് ആവുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാനും ഒരു സയന്റിസ്റ്റ് ആവും, എന്നിട്ട് എക്സ്പെരിമെന്റുകളും ചെയ്യും, അല്ലേ പത്ലു? അതെ അതെ മോട്ടു, അല്ലാതെ പിന്നെ. എന്നാലും എന്നാലും ഇല്ല എന്റെ പത്ലു. ഇന്ന് ഞാൻ വലിയേട്ടനെ കാണിച്ചു കൊടുക്കും. അതായത് എനിക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റുമല്ലോ. യെസ്, എന്നാ നോക്കൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. താൻ എന്ത് പണിയെ കാണിച്ചത്? എന്തോന്ന് പെർഫെക്റ്റ് അറിയില്ല, പക്ഷെ പെർഫെക്റ്റ് പൊട്ടിത്തെറിയായിരുന്നു. കൊള്ളാം, എന്ത് നല്ല മണം. എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പെർഫ്യൂം ഈ ഞാൻ ഉണ്ടാക്കിയതെന്നാ. നീ പറഞ്ഞത് ശരിയാ മോട്ടു. ഇത്രയും നല്ല മണം ലോകത്തിലെ ഒരു പെർഫ്യൂമിനും ഇല്ലെന്നാ തോന്നുന്നത്. ഗസിറ്ററാം, ഇനി പറ, മണം എങ്ങനെയുണ്ട്? പൊളിച്ചെടുത്തല്ലോ, എന്ത് നല്ലൊരു മണമാണ്. അല്ല, ഇതെന്താ ഗസീറ്റാറാം അദൃശ്യനായി, ഇൻവിസിബിൾ. പൊളിച്ചെടുത്തല്ലോ മമ്മി, എന്നെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ശരിയാക്ക്, വേഗം ശരിയാക്ക്. ഫോട്ടോ നിന്നെ ഞാൻ മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഡോക്ടർ ചട്ക, മോട്ടു ഇൻവിസിബിൾ ആക്കാൻ ഒരു ലിക്വിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്നെ അപ്രത്യക്ഷമാക്കിയവൻ. ഇതെങ്ങനെയാ സംഭവിച്ചത് കസിട്ട്? എനിക്കറിയില്ല. ദേ, ഞാൻ എന്റെ കയ്യിലുള്ള ഈ സ്പ്രേ ഇല്ലേ, ദേ ഇതുപോലെ ഞാൻ അവന്റെ ദേഹത്തൊന്ന് അടിച്ചു. പെട്ടെന്നല്ലേ കാണാതായത്. ഇവൻ നിങ്ങളെ അപ്രത്യക്ഷമാക്കിയ ഡോക്ടർ ചട്ക. മോട്ടു ഓടിക്കോ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഇവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ടി വരും. വേഗം ഓടിക്കാം മോട്ടു. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ അനുസരിച്ചാൽ എന്റെ കാര്യം പോക്കാണ്. ഭൂതം, ആരെങ്കിലും വേഗം പോലീസിനെ വിളിക്കണേ, വേഗം. മോട്ടു പത്ലു, വേഗം ഓടിക്കോ. ഭൂതം ഭൂതം ദാ വരുന്നത് കണ്ടില്ലേ? എന്റെ ചിങ്കം സാർ, അത് ജഡ്കയും ഗസീറ്റാറാമുമാണ്. മോട്ടുവിന്റെ ഒരു എക്സ്പെരിമെന്റ് കാരണം അവർ അപ്രത്യക്ഷമായതാ. അതിന് മോട്ടു എപ്പോഴാ സയന്റിസ്റ്റ് ആയി മാറിയത്? ഓ ചിങ്കം സാറെ, ഞങ്ങളെ ഒന്ന് പഴയ രൂപത്തിലാക്ക്. ആ മോട്ടുവിനോടൊന്ന് പറയ്. ഒന്ന് തെളിച്ച് പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഡോക്ടർ ജഡ്കയെ കാണിക്കാൻ വേണ്ടി കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് വളരെ നല്ല മണമുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി. എന്റെ അമ്മോ, പെർഫ്യൂം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊന്ന് കാണട്ടെ. എവിടെയാണ് ആ പെർഫ്യൂം? ചിങ്കം സാറേ, ഇത് നിങ്ങളുടെ മേലിൽ ഒരിക്കലും ഒഴിക്കരുത്. ഈ സ്പ്രേ അടിച്ചതിന് ശേഷമാണ് ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ഇതുപോലെ ആയത്. Impossible. അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. പെർഫ്യൂം അടിച്ചതുകൊണ്ട് മാത്രം ഒരാളെങ്ങനെ അപ്രത്യക്ഷമായി പോകും? ഇതാ കണ്ടോളൂ, ഞാനിപ്പോ എന്റെ ദേഹത്ത് പെർഫ്യൂം അടിക്കാൻ പോവാണ്. ഞാനും അപ്രത്യക്ഷമായോ? ആയില്ലല്ലോ. സോറി ടു ടെൽ യു സാർ, നിങ്ങളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. മോട്ടു ഓടിക്കോ. സമോസ കഴിക്ക്. അല്ല, ഇതെന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നേ? എന്തിനാ കിടന്നിങ്ങനെ ഓടി വരുന്നേ? അതൊന്നും ചോദിക്കല്ലേ ചേട്ടാ, കഴിക്കാൻ കുറച്ച് സമൂസയും എടുത്ത്. ഞാനാ ഈ സ്പ്രേ ഉണ്ടാക്കിയത്. ഈ സ്പ്രേ ആരുടെയൊക്കെ ദേഹത്ത് അടിക്കുന്നു അവരെ അങ്ങ് കാണാതാവുന്നു. നിങ്ങളെ വെറുതെ വിടില്ല. അയ്യോ അയ്യോ, ഭൂതം.
ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ അപ്രത്യക്ഷനായി എല്ലാം മോഷ്ടിക്കും. എന്നെ തടയാൻ ആരുണ്ട്? പറയടാ, എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് അപ്രത്യക്ഷനാവടാ. ആ മാല ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ പത്തിലും എന്തെങ്കിലും ചെയ്യൂ. ഇവരൊക്കെ നമ്മളെ വല്ലാതെ തല്ലുന്നു. മിണ്ടാതെ അവിടെ ഒളിച്ചിരുന്നോ? റൊട്ടിയാക്കും ഞാൻ. സോറി സോറി. ക്യാരി ഓൺ ക്യാരി ഓൺ. ബോക്സർ, ഇത് ഞാനാണ്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. സോറി സോറി ചിങ്കം സാർ. നിങ്ങൾ എപ്പോഴാ ഭൂതമായേ? എങ്ങനെ? സോറി സോറി ടു ഹിയർ. ഇങ്ങനെ ബോധം കെട്ട് കിടന്നാ നിങ്ങളെ അവസാനം ഭൂതമാക്കും. വരൂ, മോട്ടുവിന്റെയും പത്തിലുവിന്റെയും വാതിൽ പൊളിക്ക്. എണിക്ക്. ഇത് ഡോക്ടർ ജഡ്കയുടെ സൗണ്ട് അല്ലേ? അയാളും സോറി സോറി. പൊളിച്ചെടുത്തല്ലോ. എന്താ ആലോചിക്കുന്ന ബോക്സറേട്ടാ? വേഗം വാതില് തല്ലി പൊട്ടിക്കൂ. ഇന്ന് ഞങ്ങള് മോട്ടുപത്തുള്ള ഭൂതങ്ങളാക്കിട്ട് ഇവിടുന്ന് പോകുള്ളൂ. നിങ്ങളും ഭൂതമായി മാറിയോ? മോട്ടുപത്തിലു ഫുർഫുറി നഗരം മുഴുവൻ ഭൂതങ്ങളാണേ. ഓടിക്കോ, പിന്നിലെ വാതിലൂടെ ഇറങ്ങി ഓടിക്കോ. ഡോക്ടർ ജഡ്ക ഓടിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഞങ്ങളെ തല്ലിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഇപ്പൊ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആലോചിക്കാം നിങ്ങളെ ഇനി എങ്ങനെ ശരിയാക്കാന്ന്. പത്തിലു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ആദ്യം ഞങ്ങളെ ഉള്ളിൽ ഒതുക്കി വെച്ച ദേഷ്യം ഒന്ന് പുറത്തെടുക്കട്ടെ. എല്ലാത്തിനും ശരിയാക്കി തരാം. മോട്ടുദേ, അത് കണ്ടോ? അവരെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റുമെന്നാ. നീ എല്ലാവരുടെ മേത്തും വെള്ളം ഒഴിക്ക്. അതിനുള്ളിൽ ഞാൻ വണ്ടി നിർത്താം. അതെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഇനി തല്ലുന്നൊന്ന് നിർത്തിക്കൂടെ? ഈ സ്പ്രേയുടെ മറുമരുന്ന് വെള്ളമാണ്. എന്നാൽ ഇപ്പൊ ആ സ്പ്രേ എവിടെയാ? അതാ ചായക്കട ചേട്ടന് കടയിൽ എവിടെയോ വീണിട്ടുണ്ട്. എന്താ പറഞ്ഞ? ശരി ശരി, ഞാൻ നോക്കാം. ഓക്കെ. സ്പ്രേ മിക്കവാറും ജോണിന്റെ കയ്യിലാവും ഉണ്ടാവുക. എനിക്കൊരു ന്യൂസ് കിട്ടി. ഒരു ഭൂതം നമ്മുടെ നഗരം മുഴുവൻ മോഷ്ടിച്ചോണ്ടിരിക്കുകയാണെന്ന്. അത് കള്ളൻ ജോൺ അല്ലാതെ വേറെ ആരുമാവാൻ സാധ്യതയില്ല. അവനെ പിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ.
നിങ്ങളോ? എനിക്ക് തോന്നുന്നു നമ്മളെ കാണാൻ പറ്റുന്നത്. യെസ് ബോസ്, നമ്മളെ എല്ലാവർക്കും കാണാം. ആ സ്പ്രേ എവിടെ? അത് മൊത്തം തീർന്നു പോയല്ലോ. ഇത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഇനി. വേണ്ട. ശരി, സംഭവിച്ചെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കുന്നതും രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. പോലീസ് എന്തായാലും വരും, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അതുവരെ നീ നല്ല തല്ല് വാങ്ങിച്ചോ. ഗുഡ് ഐഡിയ. ഇനി ഞാൻ കുറച്ചു നേരം നോക്കട്ടെ. എത്ര നേരം വെച്ചാ നീ തന്നെ കണ്ടോണ്ടിരിക്കുക. എന്റെ മോട്ടു, എന്റെ പ്രോഗ്രാം ആദ്യം തീരട്ടെ, എന്നിട്ട് റിമോട്ട് തരാം. മേടിച്ചോ. പത്ലു, മര്യാദയ്ക്ക് റിമോട്ട് താ. റിമോട്ട് തരാനാ പറഞ്ഞത്. ഈ റിമോട്ടിന് നിനക്ക് കിട്ടില്ല. എനിക്ക് ആ റിമോട്ട് തരാനാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. വേണ്ട, നീ എന്തായി ചെയ്യുന്ന? റിമോട്ട് പൊട്ടില്ലേ? മോട്ടു, കണ്ടില്ലേ, നീ ഇപ്പൊ റിമോട്ട് പൊട്ടിച്ചു. പുതിയത് വാങ്ങിയേ തീരൂ. ഞാൻ ഡോക്ടർ ജഡ്കേൻ അടുത്ത് പോയി റിമോട്ട് മേടിച്ചോണ്ട് വരാം. ഡോക്ടർ ജഡ്കോ. ഓയ് ഗസീട്ട്, നോക്ക്. ഇത് കണ്ടില്ലേ, ഞാനൊരു റിമോട്ട് ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്റെ ചങ്കേ. മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യണോ അത് നമുക്ക് ചെയ്യിപ്പിക്കാനും കഴിയും ചങ്കേ. എന്താ കണ്ടോ? ഓയ് ഗസീട്ടെ, എന്റെ കൂട്ടുകാരാ, നീ ഒരു കോഴിയെ പോലെ ബിഹേവ് ചെയ്യ്. ആ കോഴി കൂവുന്ന പോലെ കൂവ്. ആ ഓയ് ഗസീട്ടെ, നിക്ക്. നിർത്ത് ഗസീട്ടെ, അങ്ങനെ ചെയ്യില്ല ചങ്കേ. ഓയ് ഗസീട്ടെ, നിക്ക്. ഗസീട്ടെ, അവിടെ നിക്ക്. ഗസീട്ടോ, ഗസീട്ടെ. മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിമോട്ടോ? അല്ല, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ആദ്യം ഇത് പത്ലുവിനെ കൊണ്ടേ കാണിക്കാം. എന്റെ ചങ്കേ ഗസീട്ടെ, ഇവിടെ നിറങ്ങ്. മതി, നിർത്ത്. കോഴി പുലർച്ചെ മാത്രമേ കൂവുകയുള്ളൂ. ഇപ്പൊ ഇത് വൈകുന്നേരം ആകാറായി ചങ്കേ. താഴെ ഇറങ്ങ്. ഗസീട്ടെ, കോഴി ഇങ്ങനെ പറക്കാറില്ല ചങ്കേ. എന്റെ അത്തിപ്പാറ അമ്മയ്ക്ക് എന്റെ കഴുത്തൊന്ന് പിടിവിടോ. എന്റെ കാളക്കുട്ട, മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊന്ന് നിർത്തുവോ? എന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്ക്. ഇപ്പൊ മനസ്സിലാവും ഈ റിമോട്ട് മൃഗങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇത് അടിപൊളി റിമോട്ട് ആണല്ലോ. വേഗം ചെന്നിട്ട് പത്ലുവിനെ ഒന്ന് കാണിക്കണം. എന്റെ പത്ലു, ഈ റിമോട്ട് ഹ്യൂമൻ റിമോട്ട് കൺട്രോൾ ആണ്. ഇത് വെച്ച് ഏതൊരു മനുഷ്യനെയും നമുക്ക് എന്ത് ജോലിയും ചെയ്യിപ്പിക്കാം. ഇതാ വലിയേട്ടൻ ഉണ്ടാക്കിയതാണ്. വാ, ഡോക്ടർ ജഡ്കോട് ചോദിക്കാം ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണ്ടേന്ന്. വരൂ, നല്ല ഓടിക്കോ. ആ ബോക്സറേട്ടൻ ദേഷ്യത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോട്ടു, നിക്കവിടെ. നിൽക്കാനാ പറഞ്ഞത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. മോട്ടു, സോറി ബോക്സ് സാറേ.
എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും കാരണം ഞാനെന്താ പ്രശ്നത്തിൽ കൊടുക്കുന്ന തോന്നുന്ന? എന്താ ചെയ്യ? ചിലപ്പോ ആകാശത്ത് നിന്ന് ഉപദ്രവിക്കും, ചിലപ്പോ ഭൂമിയിൽ നിന്നും ഉപദ്രവിക്കും. വിടില്ല ഞാൻ. ഇന്ന് നിങ്ങളെ രണ്ടാളും ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു പാഠം പഠിപ്പിക്കും. ഇക്കാര്യം ഞാൻ ഏറ്റു സിംഗം സാർ. ഇവരെ ഞാൻ പാഠം പഠിപ്പിച്ചോളാം. ഇവര് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാതായി കഴിഞ്ഞു. ചിങ്കം സാറേ, ബോക്സർ എപ്പോഴും ഞങ്ങൾ തല്ലാറുണ്ട്. ഇന്ന് നിങ്ങൾ ബോക്സറിനെ ഇഷ്ടംപോലെ തല്ലിക്കോ. തല്ലി തല്ലി അയാൾക്ക് അയാളുടെ ബോക്സിംഗ് തന്നെ മറന്നു പോകണം. ബോക്സറേട്ടാ, നിങ്ങൾ നിയമത്തിന് നേരെ ഒരിക്കലും കൈപോക്കാൻ പാടില്ല. ഓർമ്മ വേണം, അത് നിയമമാണ്. പിടിച്ചോ, ഒന്നുകൂടി പിടിച്ചോ. പിടിച്ചോ. അപ്പർ കട്ട്, പിന്നെ ലോവർ കട്ട്, പിന്നെ സൈഡ് കട്ട്. ഇനി വേറെ എന്തെങ്കിലും കട്ടുണ്ടെങ്കിൽ അതും പിടിച്ചോ. ചിങ്കത്തിന്റെ ബോക്സിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പിടിച്ചോ. ഒന്നുകൂടി ഇരിക്കട്ടെ. ഈ ഡോക്ടർ ജഡ്കയുടെ റിമോട്ട് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇന്ന് ഇത് നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. മോട്ടോ ഡോക്ടർ ജഡ്കയുടെ റിമോട്ട് ഉപയോഗിച്ച് ചിങ്കത്തിനെ കൺട്രോൾ ചെയ്യുകയാണ്. ചിങ്കം അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം മോട്ടു മാത്രമാണ്. ഇനി ഒരു പക്ഷേ റിമോട്ട് എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഞാൻ നിയമം കയ്യിലെടുക്കില്ല. ഇല്ല, ഞാൻ നിയമം കയ്യിലെടുക്കില്ല. ഇല്ല, ഇല്ല, നിയമം കയ്യിലെടുക്കില്ല ഞാൻ. ഇല്ല. എന്റെ അമ്മോ, എന്റെ കൈ എന്താ അങ്ങനെ വേദനിക്കുന്നത്? ഒരു വലിയ കല്ലിൽ ഇടിച്ചത് പോലെയാണല്ലോ എന്റെ കൈ വേദനിക്കുന്നത്. എന്റെ അമ്മോ. മോട്ടു ഡോക്ടർ ജഡ്ക റിമോട്ട് തിരിച്ചു ചോദിച്ചു. പെട്ടെന്ന് തരൂ. നീ എന്താ ചെയ്തേ മോട്ടു? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഡാൻസ് കളിക്കാൻ, ഞാൻ പോവാണ് മോഷ്ടിക്കാൻ. ഇവന്മാരി നിർത്താത്തതെന്താ? എടോ, നിർത്താനാ പറഞ്ഞത്. ആദ്യം ഞാനൊന്ന് നിങ്ങൾ ശരിക്കൊന്ന് പെരുമാറട്ടെ, എന്നിട്ട് ഡാൻസ് കളിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് നിർത്താൻ. ജോൺ നമ്മുടെ റിമോട്ടും കൊണ്ടാ പോയിരിക്കുന്നേ. ആ റിമോട്ട് കൊണ്ട് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എനിക്കിപ്പോ ഇവിടുത്തെ മോഷ്ടിക്കാൻ സമയമില്ല. എല്ലാം സ്വർണം എടുത്തോണ്ട് എന്റെ താവളത്തിലേക്ക് വരൂ. വേഗം വേണം. ഐ ആം വെരി ബിസി മാൻ. എന്റെ അടുത്ത് ഇപ്പോ നിങ്ങളുടെ അടുത്ത് മോഷ്ടിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വേഗം എന്റെ വീട്ടിലേക്ക് വരൂ. വേഗം എടുത്തോണ്ട് വേണം. പോയി ചങ്കുകളെ, ജോണിന്റെ കയ്യിൽ നിന്ന് ഹ്യൂമൻ റിമോട്ട് കൺട്രോൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഇതാ ഈ തൊപ്പി വെക്കണം. ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആ റിമോട്ട് കൺട്രോളിന്റെ ശക്തി നിങ്ങളുടെ മേൽ പതിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ റിമോട്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ രോഗികളാണ് സത്യം. ഞാൻ രണ്ടാമതൊരു റിമോട്ട് കൂടി ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും ഈ ലാബില് സാലറി ഇല്ലാത്ത ജോലിക്കാരാക്കി മാറ്റും. ഡോക്ടർ ജഡ്ക ദേഷ്യപ്പെടരുത്. ഞങ്ങൾ ആ റിമോട്ട് വാങ്ങിക്കൊണ്ടേ വരൂ. എന്ത്? എങ്ങനെ? നമുക്ക് വേഗം പോകണം. ജോൺ ആരെയും മോഷ്ടിക്കുന്നില്ല. അവൻ എല്ലാരോടും പറയാണ് പൈസയും സ്വർണ്ണം എടുത്തിട്ട് അവന്റെ താവളത്തിലേക്ക് വരാൻ. അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ജയിലിനകത്ത് ഇട്ട് അവനെ കൊണ്ട് അഴിയിപ്പിക്കും. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ഫുർഫുരി നഗരം മുഴുവനും ഞാൻ കൊള്ളയടിക്കും. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ജോൺ, കൊള്ളാം. എന്ത് നല്ല കവിതയാണ് പറഞ്ഞത്. ഇനി കവിതയൊക്കെ ജയിലിൽ പറഞ്ഞാ മതി. തരൂ, ആ റിമോട്ടിങ് തരൂ. ഓയ് മോട്ടു പത്ലു, ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ജോലി ചെയ്യും. മോട്ടു പത്ലു, ആ ബാഗ് എടുത്ത് എന്റെ കയ്യിലേക്ക് താ. പെട്ടെന്ന് താ. ബാഗ് തരാനല്ലേ പറഞ്ഞത്, അല്ലാതെ എറിയാറുള്ളല്ലോ. സോറി സർ, സോറി. ഇനി ബാഗ് എറിയത്തില്ല. ഇന്നാ ബാഗ് പിടിച്ചോ. ഇതെന്റെ ഓർഡറാണ്. ബാഗ് എറിയരുത്. ബാഗ് എന്റെ കയ്യിൽ തന്നെ താ. എന്റെ കയ്യിൽ താ.
മോട്ടു ബോസ് പറയുന്നു കയ്യിൽ കൊടുക്കാൻ. വേണ്ട മമ്മി പപ്പ എന്നെ ഇങ്ങനെ ഇടിക്കരുത്, എന്നെ ഇങ്ങനെ ഇടിക്കരുത്. പത്തുലു ബോസ് പറയുന്നത് എന്നെ അടിക്കൂ, എന്നെ അടിക്കൂന്ന്. എടേ നീയൊക്കെ അവിടെ എന്ത് നോയിക്കൊണ്ട് നിൽക്കുവാ? എന്തെങ്കിലും ചെയ്യണേ, എന്നെ രക്ഷിക്ക്. ബോസ് പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നേ? എല്ലാവരും തുടങ്ങിക്കോ, ഞങ്ങൾ ചെയ്യുന്നത് പോലെ. ഹലോ പോലീസ്, പോലീസ് ഇൻസ്പെക്ടർ ചിങ്കം സാർ, ഹലോ, എന്നെ ഒന്ന് രക്ഷിക്കുക, രക്ഷിക്കുക. Why fear when Chingam is here? The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. എന്റെ പൊന്ന് സാറേ, ഡയലോഗ് വിട്ടിട്ടൊന്ന് വേണ്ടെന്ന് വാ, അല്ലെങ്കിൽ ഞാൻ വടിയാകും. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരില് ഈ റിപ്പോർട്ട് വലിക്കില്ലല്ലേ? ഇനി എന്നെ നിങ്ങൾ തൊട്ടാൽ പോലീസ് കേസെടുക്കും കേട്ടോ. ചിങ്കം സാറേ വന്നോണ്ടിരിക്കുന്നുണ്ട്. Think of Chingam and Chingam is here. You are under arrest. Ha! താങ്ക് യു, താങ്ക് യു. ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒത്തിരി കൊള്ളില്ല. ചിങ്കം സാറേ, എന്നെ എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്ക്. ആ മോട്ടുവിന്റെ പത്തുലിന്റെ അടുത്ത് തന്നെ ദൂരത്തിലേക്ക് കൊണ്ടുപോ.